പ്രാർത്ഥനയോടെ ഇരിക്കാം. രണ്ടുപേരെയും ശുശ്രൂഷയ്ക്ക് കരമടിച്ച് വെൽക്കം ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ സതോഷ് പാസ്റ്ററോടും പ്രിയ ടിങ്കു പാസ്റ്ററോടും മറ്റ് ദൈവദാസന്മാർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും ഒരുമിച്ച് ഞങ്ങൾക്കുമായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നൽകി തന്ന നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ പ്രിവിലേജാണ്. അത് എത്രമാത്രം പറയണം എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളുടെ വോയിസൊക്കെ ഇന്നലെ പോയി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ കൊണ്ടു നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നിട്ട് പോയതിന് ശേഷം ഞങ്ങൾ മെക്സിക്കോ മിഷൻ ട്രിപ്പിന് വേണ്ടി പോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരുന്നു. ആദ്യത്തെ ആവേശത്തിനൊരു 10-32 പേര് സൈനപ്പ് ചെയ്തു. അപ്പോൾ അത്രയും പേര് വന്നപ്പം ഞാൻ വിചാരിച്ചു, എന്തിനാ 3 വണ്ടി എടുക്കുന്നത്, ഒരു ബസ് അങ്ങ് ബുക്ക് ചെയ്യാം, ബാക്കി 10 പേരെ കൂടെ പോരെ, കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് ഞാൻ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പം ആളുകളിങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. എനിക്കങ്ങ് ഭയങ്കര വിഷമവും ഭയങ്കര ദുഃഖവും ഒക്കെ. അപ്പോൾ ഞാൻ സന്തോഷ് ഭാഷയെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാഷയെ ഞാൻ ടയേർഡായി. അപ്പോൾ സന്തോഷ് ഭാഷ എന്നോട് ഒരു കാര്യം പറഞ്ഞു, TJ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, ഇല്ല ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. എനിക്കതൊരു വലിയ ധൈര്യമായിരുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഒടുവിൽ വേറൊരു ബസ് ബുക്ക് ചെയ്യേണ്ടി വരുമോ എന്നെനിക്ക് ചിന്തിക്കത്തക്ക വിധത്തിൽ ആളുകൾ സൈനപ്പ് ചെയ്തു. ഞങ്ങളുടെ ബസ്സിൽ ആകെ 48 പേരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളായിരുന്നു. 48 സീറ്റും ഫുള്ളായിട്ടാണ് പോയത്. കുറച്ച് പേരെ ഞങ്ങൾ പിന്നെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളും എന്താണ്, മനുഷ്യരാണ്. അപ്പോൾ പലവിധ കാര്യങ്ങൾ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയത്തില്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് നിരാശകളും ചിലപ്പം പ്രയാസങ്ങളും ശരീരത്തിൻ്റെ ക്ഷീണവും ഒക്കെ ഞങ്ങളിലും ഉണ്ട്. എന്നാൽ ഞങ്ങളിവിടെ വരുമ്പോൾ കാണുമ്പം വിശ്രമമില്ലാതെയുള്ള ഒരു ഓട്ടമാണ്. ഞാൻ പറഞ്ഞ് ഒരു ദൂത് നിങ്ങളുമായി പങ്കുവെച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. 1-2 കാര്യം പറയാം. ഞാൻ ഇന്ത്യ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു കാര്യമുണ്ട്. ഒരു 2-3 മത്തായിമാരുടെയും 2-3 തോമസുമാരുടെയും ഒക്കെ പേര് കാണണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. 1-2 വിരലിലെണ്ണാവുന്ന ഒരു അക്കാമ ചെറിയാനോ അങ്ങനെയുള്ള ഒരു KT പോളും KT തോമസ്, അങ്ങനെ they were very locally. പണ്ഡിറ്റ് രമാബായി was involved in the freedom fighting. എന്നാൽ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുക. ആമേൻ. ഇന്ന് പകലിൽ എനിക്ക് ഈ സഭയോട് പറയാനുള്ളത്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു അവസരമെന്ന് പറയുന്നത് നിങ്ങളുടെ പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാൻ പോവാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൊർദെഖായി എസ്തറിനോടൊരു കാര്യം പറയുന്നുണ്ട്. നീ ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ put your life in risk. ഇന്ന് നീ ബാക്ക് ഓഫ് ചെയ്യുന്നെങ്കിൽ God can bring somebody else. He will accomplish his mission, no matter whether you sign in or not. But it is your opportunity. Praise God. It is really challenging in my heart. എൻ്റെ അവസരം, പ്രൈസ് ദി ലോർഡ്, ഈ ചരിത്രത്തിന്റെ ഭാഗമായി തീരുവാൻ എനിക്ക് ദൈവം നൽകി തന്ന അവസരം ഞാൻ എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നടന്ന പല റിവൈവലുകളിലും പലരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആൽബനിയിൽ നിന്ന് ആരംഭിച്ച ഈ റിവൈവലിന് നിങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെ നിസ്സാരമായി കാണരുത്, ഇതിനെ ലഘൂകരിച്ച് കാണരുത്. ദൈവം ഒരു തുടക്കമിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് എ ബിഗിനിങ്. പ്രൈസ് ഗോഡ്.
ഞാൻ ഓർഗനൈസേഷൻ വൈസ് പറയുകയാണെങ്കിൽ, അങ്ങനെ പറയാൻ പാടില്ല എന്നാലും പറയാം, ഷാരോൺ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യധാര പെന്തക്കോസ്റ്റിൽ അത്ര വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചൊന്നുമല്ല. There are a lot of drawbacks. But now you see in USA the SFCNA start recognizing. Amen. Praise God. SFCNA is moving. I was so wondering. People were surrounding and criticizing about our structures, our leaders and everything. But things are changing. എനിക്കൊരു ഭാഗ്യം ലഭിച്ചായിരുന്നു. വേൾഡ് വൈഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി ചെയ്യുവാൻ. അന്ന് കമ്പനിക്ക് തന്നെ ഒരു ലീഡർഷിപ്പ് അഡ്വൈസർ ഉണ്ടായിരുന്നു. ഈസ് എ വെൽ നോൺ മാൻ, ജോൺ മാക്സോ. അപ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യം ഞങ്ങളുടെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് വന്നപ്പോൾ, അന്ന് ഞാൻ ലോജിസ്റ്റിക്സ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാം. അതിന് പുള്ളി ചോദിച്ചു, ഇൻസബോർഡിനേഷന് വേണ്ടി റൈറ്റപ്പ് ചെയ്ത് എത്ര സൂപ്പർവൈസേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, യെസ്, വി ഓൾ റോഡ് അപ്പ് ഫോർ insubordination, because if we want to somebody, we want to rid off, it's easy to write up, 1 2 3, we can terminate the people. അന്നേരം അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻസബോർഡിനേഷന് അവരെ റൈറ്റപ്പ് ചെയ്യുന്നത്? ബിക്കോസ് ദേ ആർ നോട്ട് ടേക്കിംഗ് അവർ ഇൻസ്ട്രക്ഷൻസ്, ദേ ആർ നോട്ട് ഫോളോയിങ്. അദ്ദേഹം ഞങ്ങളെ കോച്ച് ചെയ്യുക. അപ്പോൾ അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കമ്പനിക്ക് ഒരു മോട്ടോ ഉണ്ടായിരുന്നു, കോച്ച് ദം ഇൻ ഓർ കോച്ച് ദം ഔട്ട്. ഭയങ്കര പാടാണ് കമ്പനി നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി നിങ്ങൾ പുതിയൊരു അപ്രോച്ചിലേക്ക് പോവുക. നിങ്ങളുടെ അടുത്ത് ഓരോ എംപ്ലോയീസിനെ നിങ്ങൾ 1-on-1 ചെയ്യുക. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളൊരു മറുപടി പറയൽ. പകരം നിങ്ങൾ പറയുക, ലെറ്റ് മീ ചെക്ക് വിത്ത് മൈ ലീഡർ, മൈ ബോസ്, then I will come back to you. So നമ്മൾ അവരുടെ ഉള്ളിലേക്കൊരു സ്പാർക്ക് കൊടുക്കുകയാണ്. ഞാൻ ഈ ചെയിൻ ഓഫ് കമാൻഡിൻ്റെ ഒരു ഭാഗമായിട്ട് അനുസരണത്തിന് ഞാൻ വിധേയമുള്ളവനാണെന്ന് അവൻ്റെ മനസ്സിൽ പറഞ്ഞു കൊടുക്കുക. എന്നെ ഒത്തിരി ലീഡർഷിപ്പിൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. കർത്താവ് പറഞ്ഞ് എന്തുവാണെന്നറിയാമോ? നിങ്ങൾ ഭൂമിയിൽ സകല അധികാരങ്ങൾക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. ഞാനത് നിങ്ങളോട് പറയാനുള്ള കാര്യം, എനിക്ക് തോന്നുന്നു ഈ സന്തോഷ് ബാലകൃഷ്ണ ജോൺ മാക്സ്വെലിൻ്റെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഒരു കാര്യം ഞാൻ സന്തോഷ് പാസ്റ്ററോട് പറഞ്ഞപ്പം അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, ലെറ്റ് മീ ചെക്ക് വിത്ത് ടിങ്കു പാസ്റ്റർ. സോ ഹീ ഈസ് മെൻറ്ററിങ് മീ. എന്താ പറയുന്നത്? ഹീ ഈസ് willing to obey the leadership. I'm not boosting him, but is watching the quality in him, watching the quality in Santosh Pastor. ഞങ്ങൾക്ക് പല ചർച്ചകളിൽ പോകാൻ, ഞങ്ങൾ അങ്ങനെ എല്ലായിടത്തൊന്നും പോകാറൊന്നുമില്ല. I like Santosh Pastor because I love his leadership. That's the reason I'm here. I know that there is something to learn from him. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പല ഓർഗനൈസേഷനുകളിലും വന്നുപോയൊരു പരാജയം എന്ന് പറഞ്ഞെന്തുവാ? പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു വിധേയത്വം പഠിപ്പിക്കുന്നവർക്കില്ല. അദ്ദേഹം കാണിച്ചത് ഒരു മാതൃകയാണ്. ഇന്നലെ മറ്റേ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ സന്തോഷ് പാസ്റ്ററോട് ചോദിച്ചു, നമുക്ക് ഇദ്ദേഹത്തെ അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് ആക്കിയാലെന്താ? അപ്പോൾ സന്തോഷ് പാസ്റ്റർ പറഞ്ഞു, ആ ടിങ്കു പാസ്റ്റർ ഉണ്ടല്ലോ, നമുക്ക് ചോദിച്ചിട്ട് ചെയ്യാം. അതെൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം എന്തുവാ? SFCNAക്ക് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറുണ്ട്. ലീഡർഷിപ്പിന് വിധേയപ്പെട്ടാണ് ഓരോ പാസ്റ്റേഴ്സും. ദാറ്റ് ഈസ് വാട്ട് കോൾ ലീഡർഷിപ്പ് സ്കിൽ. അല്ല, നമ്മൾ വലിയ ലീഡർ ആകുന്നതുകൊണ്ടല്ല, നമുക്ക് ലീഡർഷിപ്പ് സ്കില്ലുള്ളതാണ്. ആ കമ്പനിയിൽ നിന്ന് കിട്ടിയ മെൻറ്ററിങ് എന്ന് പറയുന്ന ആഫ്റ്റർ 6 months XPO എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഞാൻ മാനേജറായിട്ട് പോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുവാൻ തുടങ്ങുമ്പോഴെന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനൊക്കെയാണ്. Well, I think my time is almost done, right? The message is, ഒരു കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ചാപ്റ്റർ അങ്ങ് ആളുകൾക്ക് കൊടുക്കുക. ഇപ്പം ചർച്ചിലായാലും പഠിപ്പിക്കുമ്പോൾ പറയും, ഇന്നലെ നമ്മളൊരു ക്ലാസ് 2 വരി പറഞ്ഞിട്ട് സന്തോഷ് ഭാഷയോട് പറഞ്ഞു, ബാക്കി യു ടേക്ക് അവർ എന്ന് പറഞ്ഞ പോലെ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം പറഞ്ഞ് നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൻ്റെ ആ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം. ഈ
ഹഗ്ഗായും സെക്കരിയാവും രണ്ട് പ്രവചന പുസ്തകങ്ങളും ഒന്നിച്ചുള്ളപ്പം നമ്മൾ വിചാരിക്കും രണ്ടുപേരുടെയും ദൗത്യം ഒന്നായിരുന്നു. എന്നാൽ സെക്കരിയാവിൻ്റെ ആ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് ഉണ്ടായിരുന്നു. ഹഗ്ഗായി ലിറ്ററലി ആളുകളോട് ചോദിക്കുന്നുണ്ട്, യഹോവയുടെ ആലയം ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് തട്ടിട്ട ഭവനങ്ങൾ പാർക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പ്രവാസത്തിൽ വെച്ച് ദൈവത്തോട് പറഞ്ഞു, ഞങ്ങൾ ചെന്നാൽ ഉടനെ എന്തോ ചെയ്യാം, ആലയം പടവളം പറഞ്ഞു കഴിയുമ്പോൾ വേറെ പരിപാടിക്ക് പോയി. എന്നാൽ സെക്കരിയാവിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. യെസ്, വി ഹാവ് ടു ബിൽഡ് ദ ടെമ്പിൾ, ബട്ട് ദ സെയിം ടൈം ഹി വാണ്ട് ടു റീസ്റ്റോർ ദ പീപ്പിൾ ടു ദ ലോർഡ്. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് എന്നുള്ളത്, ഇവരുടെ ഹൃദയമാകുന്ന ആലയത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരിക എന്നുള്ള ഒരു മെസ്സേജോട് എന്ത് ചെയ്തു, സെക്കരിയാവ് കൊടുത്തു. ദൈവം ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേയിലാണ്. കാര്യങ്ങൾ നമുക്ക് തോന്നുമ്പോൾ ഒന്നായി തോന്നുമെങ്കിലും കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. നെഹമ്യാവ് വളരെ നല്ല പൊസിഷനിലാണ്. ഇത് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചിന്തിക്കണം. ഇത് നമ്മൾ വളരെ വെൽ കംഫർട്ട് സോണിലായിരിക്കും നമ്മളിരിക്കുന്നത്. നെഹമ്യാവ് ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഈവൻ ദോ ഹി വാസ് ഇൻ എക്സൈൽ, ബട്ട് ഹീ ഈസ് സോ കംഫർട്ടബിൾ. കിങ് ഫുഡല്ലേ കഴിക്കുന്നത്, സുഖമാണ്. എന്നാലും തൻ്റെ സഹോദരന്മാർ കടന്നു വന്നപ്പോൾ താൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടുത്തെ സ്ഥിതി? രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത് അദ്ദേഹം. ഒഴിഞ്ഞുപോയ, അതായത് ദ ലെഫ്റ്റ് ഓവർ റെമനൻ്റ് ആയിട്ടുള്ള യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും രണ്ട് ചോദ്യം. ഒന്ന്, എൻ്റെ അവിടെ കിടക്കുന്ന സഹോദരന്മാർ എങ്ങനെയുണ്ട്? രണ്ട്, എൻ്റെ മാതൃദേശം എങ്ങനെയുണ്ട്? നമ്മൾ എത്ര കംഫർട്ടായിട്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വിചാരമുണ്ടാകണം. എന്തിനെപ്പറ്റി? എങ്ങനെയുണ്ട് എൻ്റെ രാജ്യം? എങ്ങനെയുണ്ട് ആ രാജ്യം? ഈ നെഹമ്യാവ് ചോദിക്കുമ്പം അവരുടെ ആ സ്പിരിച്വൽ റിലത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആരാധനയുണ്ടോ? ആത്മീകമായ വെളിപ്പെടലുകളുണ്ടോ? ദൈവ സാന്നിധ്യമുണ്ടോ? സ്പിരിച്വലി പറയുകയാണ്. രണ്ട് കാര്യം പറഞ്ഞു. എൻ്റെ ജനം മഹാകഷ്ടത്തിലും അപമാനത്തിലുമായിരിക്കുന്നു. ആത്മീയമായി കാണുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവമില്ലാതിരിക്കുന്നത്, ദൈവ സാന്നിധ്യമില്ലാതിരിക്കുന്നത് മഹാകഷ്ടമാണ്, അത് മഹാ അപമാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജനം എന്താണ്, എങ്ങനെ ഇരിക്കുന്നു? അവർ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുകയാണ്. ഓ മൈ ഗുഡ്നസ്. ഇത് കേട്ടതും എന്ത് ചെയ്തു? ഇനി ബാക്കി നിങ്ങൾക്ക് വിട്ടു തരിക. എനിക്ക് വളരെ ഭയമുണ്ട്. കാരണം എൻ്റെ ദൈവദാസൻ ശുശ്രൂഷിക്കുന്നതിന് ഒരു മിനിറ്റ് പോലും എനിക്ക് ഐ എം വെരി മച്ച് worried to stand here. Praise God. I will keep the rest to Santosh Pastor. But think about it. He kneeled down. He cried. He concerned. And the mission is moving. You see how the mission is starting. നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള വിചാരം, മറ്റുള്ളവരെ കുറിച്ചുള്ള ഭാരം, മറ്റുള്ളവരെ കുറിച്ചുള്ള അന്വേഷണം, the mission will start in your heart. Until or unless you don't have that heart, the mission is not going to start. You will get out from your chair. You will get out from your comfort zone, and you will kneel down in the presence of God, and you will start to pray, and you will start fasting, and you will read off all belongs to you, and you will depart from the place. Praise God. I will conclude my word here. Praise God. But I want to encourage you. You should have a burden. നിങ്ങളുടെ പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാനുള്ള സുവർണ അവസരമാണ്. പാഴാക്കി കളയല്ല. ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ഓർക്കുക, എൻ്റെ ഫ്ലൈറ്റ് ഞാൻ നാളത്തേക്ക് ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ, നിങ്ങൾക്കറിയാമോ, 2 ആഴ്ച മുമ്പ് എൻ്റെ ന്യൂ റോളിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ അലബാമയിലായിരുന്നു. സാധാരണ ന്യൂ റോളിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അവധിയെടുത്താൽ നമുക്ക് കിട്ടിയ ട്രെയിനിങ് എല്ലാം പോവും. കാര്യം എനിക്കത് പിന്നെ റിഫ്രഷ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആ 3 ദിവസം ജോലി, ട്രെയിനിങ് കഴിഞ്ഞ് 3 ദിവസം ജോലി കഴിഞ്ഞ് പിന്നെ 2 ദിവസം അവധി എടുത്തു. ഓൾറെഡി മൺഡേ കൂടെ അവധി എടുത്തേക്ക്. ഇനി 1 വീക്ക് കൂടെ എടുത്തു കഴിഞ്ഞാൽ അവരെന്നെ പറഞ്ഞു വിടും. പ്രൈസ് ദി ലോർഡ്. അല്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് നിന്ന് പോയേനെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. എ ബ്ലെസ്സഡ് ജനറേഷൻ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ പ്രിയ കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.